Hi students, 10th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ മൈലിൻ ഷീത്ത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കൈയൊക്കെ ഒടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബാൻഡേഡ് ചുറ്റത്തില്ലേ, അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചുറ്റത്തില്ലേ, അതേപോലെ നമ്മുടെ ആക്സോണുകളെല്ലാം മോസ്റ്റ് ഓഫ് ദി ആക്സോൺസ് ആർ എൻസർക്കിൾഡ് ബൈ എ മൈലിൻ. മൈലിൻ എന്ന് പറയുന്ന ഒരു ലിപ്പിഡ് കണ്ടെയ്നിങ് കൊഴുപ്പടങ്ങിയിരിക്കുന്ന ഒരു മെമ്പറൈൻ കൊണ്ട് നമ്മുടെ ആക്സോൺ എല്ലാം റിപ്പീറ്റഡ്ലി ഇങ്ങനെ എൻസർക്കിൾ ചെയ്തിരിക്കുകയാണ്. ഈ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന മെമ്പറൈനാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൈലിൻ ഷീത്തിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാലോ. മൈലിൻ ഷീത്തിന് ഒരു ഷൈനി വൈറ്റ് കളറാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ മൈലിൻ ഷീത്തിന് രണ്ട് പാർട്സ് ഉണ്ട്. ഏതൊക്കെയാ? വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. വൈറ്റ് മാറ്റർ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും ഈ മൈലിനേറ്റഡ് നെർവ് സെൽസ് ഒരുപാട് അബൻഡൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ഉള്ളതിന് ഗ്രേ മാറ്റർ എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈലിൻ ഷീത്തിന്റെ രണ്ട് പാർട്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. ഇനി ഈ മൈലിൻ ഷീത്ത് രണ്ട് സെൽസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എങ്ങനെയാ ഫോർമേഷൻ ഓഫ് ദ മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവ്സ് ഞരമ്പിനെ എൻസർക്കിൾ ചെയ്യുന്ന നമ്മുടെ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത് ഷ്വാൻ സെൽസിൽ നിന്നാണ് അല്ലേ? നമ്മുടെ ആക്സോണിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, ഷ്വാൻ സെൽസ് എൻസർക്കിൾസ് ദ ആക്സോൺ എന്ന്. അതേപോലെ തന്നെ നമ്മുടെ നെർവ്സിലെ മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത് എവിടുന്നാ? ഷ്വാൻ സെൽസിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത് എവിടുന്നാ? ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസിൽ നിന്നാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ്, അതായത് ഒളിഗോഡെൻഡ്രോസൈറ്റ്. അതൊരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ഈ സെല്ലിൽ നിന്നാണ് നമ്മുടെ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഏതാ പഠിച്ചേ? മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്ന രണ്ട് സെൽസ് ഏതൊക്കെയാ? ഷ്വാൻ സെല്ലും ഒളിഗോഡെൻഡ്രോസൈറ്റും. ഇനി നമ്മൾ ഓർക്കും, എന്തിനാ വെറുതെ ഇങ്ങനെ മൈലിൻ ഷീത്തൊക്കെ ഇങ്ങനെ എൻസർക്കിൾ ചെയ്ത് വെറുതെ ആക്സോൺ ഉണ്ടെങ്കിൽ ഇരുന്നാൽ പോരെ? അല്ല, ഇതിന് പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ, മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദി ആക്സോൺ. ഈ ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ആക്സിലറേറ്റ് ഇമ്പൾസസ്, നമ്മുടെ ആവേഗങ്ങൾ, ഇമ്പൾസസിന്റെ വേഗതകൾ കൂട്ടുക. പിന്നെ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഷോക്സ് എന്നൊക്കെ നമ്മുടെ ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് മൈലിൻ ഷീത്തിന്റെ സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്സോൺ. ഓക്കെ, ഈ ആക്സോണിനെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ലിപ്പിഡ് കണ്ടെയ്നിങ് മെമ്പറൈനെ നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി മൈലിൻ ഷീത്തിന്റെ നമ്മൾ പറഞ്ഞ ഫീച്ചർ ഏതായിരുന്നു? മൈലിൻ ഷീത്തിന്റെ ഷൈനി വൈറ്റ് കളറാണ് അല്ലേ? മൈലിൻ ഷീത്തിന് ഷൈനി വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ ഗ്രേ മാറ്ററും ഉണ്ട്, വൈറ്റ് മാറ്ററും ഉണ്ട്. ഗ്രേ മാറ്റർ എങ്ങനെയാ? നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആണ് ഗ്രേ മാറ്ററിലുള്ളത്. അത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും മാത്രമാണ് നമ്മുടെ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഉള്ളത്. ഓക്കെ, മൈലിനേറ്റഡ് നെർവ് സെൽസ് വൈറ്റ് മാറ്ററിലും. ഇനി നമുക്ക് നമ്മുടെ മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ് നോക്കാം. നമ്മൾ പറഞ്ഞ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ദി ആക്സോൺ ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്സ്. പിന്നെ വേറെ എന്തായിരുന്നു? ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആക്സിലറേറ്റ് ഇമ്പൾസസ്, ഇമ്പൾസസിന്റെ വേഗതകൾ കൂട്ടുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൈലിൻ ഷീത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് നോക്കാം. സോ ഇതാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ. പൊതുവെ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസ് പോസിറ്റീവും ഇന്നർ സർഫസ് നെഗറ്റീവും ഇങ്ങനെയാണ് ചാർജ് ആയിരിക്കുന്നത്. പക്ഷേ സ്റ്റിമുലേ വരുമ്പോൾ ഇത് നേരെ തിരിച്ചാവും. അതായത് ഈ മെംബ്രെയിൻ്റെ ഇന്നർ സർഫസ് പോസിറ്റീവും ഔട്ടർ സർഫസ് നെഗറ്റീവും ചാർജ് ആവും. ഇതെന്തുകൊണ്ടാണ്? ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയോൺസ്. ഇതിൻ്റെ റീസൺ പറയുന്നത് ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയോൺസ് എന്നാണ് പറയുന്നത്. സർട്ടൻ അയോൺസ്. ഓക്കെ, അപ്പോൾ സ്റ്റിമുലേ വരുമ്പോൾ എന്താ പറ്റുന്നത്? ഇതിൻ്റെ ഇന്നർ സർഫസ് പോസിറ്റീവും
ഔട്ടർ സർഫസ് നെഗറ്റീവും ചാർജ് ആവും. അപ്പോൾ ഈ സ്റ്റിമുലൈ ഇങ്ങനെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഇതേപോലെ തന്നെ ഇന്നർ സർഫസ് പോസിറ്റീവും ഔട്ടർ സർഫസ് നെഗറ്റീവും ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇമ്പൾസസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ആസ് ഇലക്ട്രിക് ചാർജസ് അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, നമുക്ക് സിനാപ്സ് എന്താന്ന് നോക്കാം. സിനാപ്സ് എന്താ? രണ്ട് ന്യൂറോണോ ഒരു ഗ്ലാൻഡുലാർ സെല്ലോ, ഒരു ന്യൂറോണോ ഒരു മസിൽ സെല്ലോ, ഇത്ര സാധനങ്ങളുടെ ഇടയ്ക്കുള്ള ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ? സിനാപ്സ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് or a neuron or a glandular cell or a neuron or a muscle cell. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇതാണ് നമ്മുടെ സിനാപ്സ്. ദിസ് ഇസ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു വിടവിനെ, ഈ ഒരു സ്പേസിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും. ഇത് ഡെൻഡ്രൈറ്റ്, ഇത് സിനാപ്റ്റിക് നോബ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് ദ ന്യൂറോൺ പഠിച്ചപ്പോൾ എന്താ പഠിച്ചേ? ഇമ്പൾസസ് ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബിൽ എത്തുന്നു എന്നല്ലേ? അപ്പോൾ ഈ ആക്സോണിൽ നിന്നുള്ള ഇമ്പൾസസ് സിനാപ്റ്റിക് നോബിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് ഈ ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് ഫോം ചെയ്യും. കണ്ടില്ലേ? ഇതിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പഠിക്കാത്തൊരു ടേമാണ്. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഫങ്ഷൻ എന്താ? സ്റ്റിമുലേറ്റ് ദി അഡ്ജസൻറ്റ് ന്യൂറോൺ, the adjacent dendrite or cell. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ഫോംഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താ? സ്റ്റിമുലേറ്റ് ദി അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ്. അടുത്ത ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ന്യൂ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഇതിൻ്റെ 2 എക്സാമ്പിൾസ് ഉണ്ട്. അത് ഏതൊക്കെയാ? അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പാമിൻ. ഓക്കെ, അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പാമിൻ. അപ്പോൾ നമ്മുടെ സിനാപ്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? സിനാപ്സ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഇമ്പൾസസ്. ഇമ്പൾസസിൻ്റെ സ്പീഡും ഡയറക്ഷനും റെഗുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ സിനാപ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ മൈലിൻ ഷീത്ത് എന്താണെന്ന് പഠിച്ചു. മൈലിൻ ഷീത്തിന് എന്താ കളറ്? ഷൈനി വൈറ്റ് കളറാണ് അല്ലേ? ഷൈനി വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാ? ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. ഗ്രേ മാറ്റർ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആണ്. വൈറ്റ് മാറ്ററിൽ മൈലിനേറ്റഡ് നെർവ് സെൽസ് അല്ലേ? ഓക്കെ, ഇനി ഇത് 2 സെൽസിൽ നിന്നാണ് ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു. അത് ഏതൊക്കെയായിരുന്നു? ഷ്വാൻ സെല്ലിൽ നിന്നും ഒളിഗോഡെൻഡ്രോസൈറ്റിൽ നിന്നും. അതെ, ഷ്വാൻ സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്നത് നെർവ്സിലും, ഒളിഗോഡെൻഡ്രോസൈറ്റിൽ നിന്ന് എവിടുന്നാ? ബ്രെയിനിലും സ്പൈനൽ കോഡിലും. ഓക്കെ അല്ലേ? ഇനി മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് എന്താ? ഓർക്കുന്നുണ്ടോ എന്തൊക്കെയായിരുന്നു? നമ്മുടെ ആക്സോണിനെ എക്സ്റ്റേണൽ ഷോക്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജൻസും പ്രൊവൈഡ് ചെയ്യുക. ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക. ഇമ്പൾസസിനെ ആക്സിലറേറ്റ് ചെയ്യുക. ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ്? ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ, ആക്സിലറേറ്റ് ദി ഇമ്പൾസസ്, പിന്നെ എന്തൊക്കെയായിരുന്നു? പ്രൊട്ടക്ട് ദി ആക്സോൺ ഫ്രം ദി എക്സ്റ്റേണൽ ഷോക്ക്, അതുപോലെ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി ആക്സോൺ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ആയിരുന്നു അല്ലേ പഠിച്ചത്? അതെങ്ങനെയായിരുന്നു? അതിൽ നമ്മുടെ പ്ലാസ്മ മെമ്പറൈൻ്റെ ഔട്ടർ സർഫസ് പോസിറ്റീവും ഇന്നർ സർഫസ് നെഗറ്റീവും ചാർജഡ് ആണ് അല്ലേ? പ്ലാസ്മ മെമ്പറൈൻ്റെ ഇന്നർ സർഫസ് പോസിറ്റീവ്, ഇന്നർ സർഫസ് നെഗറ്റീവും
ഔട്ടർ സർഫസ് പോസിറ്റീവും ചാർജഡ് ആണ്. ഇത് സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ എന്താ പറ്റുക? ഇന്നർ സർഫസ് പോസിറ്റീവും ഔട്ടർ സർഫസ് നെഗറ്റീവും. നേരെ തിരിയും അല്ലേ? അതെന്തുകൊണ്ടാ? ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയോൺസ് അല്ലേ? ഇനി ഈ ചേഞ്ച് ഇതിങ്ങനെ ഈ പ്രോസസ്സ് അങ്ങോട്ട് വീണ്ടും വീണ്ടും പോകുമ്പോൾ എന്താ പറ്റുക? ആ സ്റ്റിമുലേ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഈ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മെസ്സേജസ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ പഠിച്ചേ? സിനാപ്സ് എന്താന്ന് പഠിച്ചു അല്ലേ? സിനാപ്സ് എന്താ? ഒരു ജംഗ്ഷൻ ആണ്. എന്തൊക്കെ തമ്മിലാ? 2 ന്യൂറോൺ or a neuron and a glandular cell or a neuron and a muscle cell അല്ലേ? ഇനി വേറൊരു സാധനം നമ്മൾ പഠിച്ചു. എങ്ങനെയാ? ഇമ്പൾസസ് ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് വരുമ്പോൾ എന്താ പറ്റുക? ആ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ, ആ ഒരു വിടവിൽ കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് ഫോം ചെയ്യും. അതിൻ്റെ പേരെന്താ? ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ? ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ 2 എക്സാമ്പിൾ എന്താ? അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പാമിൻ. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഫങ്ഷൻസ് എന്താ? അത് സ്റ്റിമുലേറ്റ് ദി അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ്. അടുത്ത അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ന്യൂ കെമിക്കൽ ഇമ്പൾസസ് ഫോം ചെയ്യും. അതുപോലെ തന്നെ സിനാപ്സ് എന്താ ചെയ്യുക? ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഇമ്പൾസസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.